അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നിതാ അടിപൊളിയായിട്ടുള്ള പൊള്ളിച്ചതാണ്, വാഴയിലയിൽ പൊള്ളിച്ച മീനാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ആവോലി മീനാണ്. കഴുകി വൃത്തിയാക്കി എടുത്തു. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം പെരുംജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കണം. ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ആ മീൻ കഴുകി എടുത്തിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മസാല പുരട്ടാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് രണ്ടും തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഹാഫ് വേവല്ല, അത്യാവശ്യം തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയ ഉള്ളി, പിന്നെ ഒരു ഇഞ്ചി കനത്തിലുള്ള ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളി, ഇത് മൂന്നും നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് ഇതിലേക്ക് ഒരു വല്യുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഞാൻ വെറും 2 മീനുള്ള മസാല മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു വല്യുള്ളി മാത്രമേ എടുത്തിട്ടുള്ളത്. ഈ വല്യുള്ളി ഇതാ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തക്കാളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് ഇതിലേക്ക് ഞാൻ അല്പം മസാലപ്പൊടി കൂടി ചേർക്കാം. വീണ്ടും ഞാനൊരു 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടിയും, എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഈ മസാലയിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഈ മസാലയൊന്ന് റെഡിയാക്കിയെടുക്കുക. ഇനി ഇതാ നമുക്കൊരു വാഴയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, ആ മസാലയൊന്ന് അതിൻ്റെ പകുതി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. ഞാനിതാ നമ്മുടെ മസാലയൊക്കെ പകുതി എടുത്തു. അതിലേക്ക് പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത മീനും വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എന്നും വാങ്ങുന്ന മീനില്ലേ, നമ്മുടെ അയലയോ ആവോലിയോ പിന്നെ നമ്മുടെ അമൂറ അങ്ങനത്തെ മീനുകളൊക്കെ, ചെമ്പല്ലി, ഇതൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാൻ എന്താ ഒരു മുറി നമ്മുടെ നാരങ്ങ നീരില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മസാല മുഴുവനായിട്ട് തന്നെ മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം നാരങ്ങ നീര് മുറ്റിച്ചു കൊടുത്തു. വാഴയില നന്നായിട്ടങ്ങ് പോയി തിഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ അടുത്ത് ഗ്രിൽ പാൻ ഉണ്ടായതുകൊണ്ട് ഗ്രിൽ പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളായാലും അതില്ലെങ്കിൽ സാധാ ഫ്രൈ പാനോ, അതും ഇല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പൻ ചട്ടിയില്ലേ, അപ്പച്ചട്ടി, അതും എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, എണ്ണയും തടവി കൊടുക്കുക. അതിനുശേഷം വാഴയില മൂടിയിട്ടുള്ള നമ്മുടെ മീനില്ലേ ഇതങ്ങ് വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വാഴയിൽ കടന്നൊന്ന് വെന്ത് വരുമ്പോഴേക്കും വാഴയിലയുടെ സ്മെല്ലും രുചിയും എല്ലാം കൂടി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആവോലി പൊള്ളിച്ചത് റെഡി. അപ്പോൾ മീനൊക്കെ ഏത് മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുക. ചെറിയ മീനല്ല കേട്ടോ, നമ്മുടെ അത്യാവശ്യം ദശയുള്ള മീൻ കട്ടിയുള്ള മീനൊക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വാഴയിലയിൽ പൊള്ളിച്ച മീൻ റെഡി. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.